എന്താ കാര്യം എന്ന് പറ. ജിജു നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ പറയുന്നത് കേക്ക്. എന്റെ ജിജു എന്നെ കൊല്ലാൻ പോകുന്നതിന്? പണത്തിന് വേണ്ടി. നിന്നെ അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയിട്ട് എനിക്ക് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ എന്നോട് സപ്പോർട്ട് ചെയ്യാനാ പറഞ്ഞു. ഈ ഡ്രസ്സിൽ നിന്നെ കാണുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ഇങ്ങോട്ട് നോക്ക്, നിന്റെ കാര്യത്തിന് 20 ലക്ഷത്തിന് തീരുമാനമായി. അതിനെന്താ? നിനക്കറിയാലോ, നിന്നെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ലേ. അറിയാം. നിനക്കവിടെ തിരിച്ചു പോകാൻ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിന്നെ അവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവരും. നമുക്ക് രണ്ടുപേർക്ക് 20 ലക്ഷം പങ്കിട്ടെടുക്കാം. 10 നിനക്ക്, 10 എനിക്ക്. നീ എൻ്റെ കൂടെ തന്നെ ഇരുന്നേക്ക്. എനിക്കും സുഖം തന്നിട്ട് നീയും സുഖമായിട്ടിരുന്നോ. ആ പണം എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോവാം. അപ്പോ നിന്റെ ഫ്രണ്ട് കൊന്നുകളയാ. എന്താ നീ പറയുന്നേ? കൊല്ലാന്നോ? എന്നുവെച്ചാ? സത്യം, ഞാൻ ഫിക്സ് ചെയ്തു. നിനക്ക് സമ്മതമല്ലയോ? അവന്റെ ആവശ്യം കഴിയുമ്പോ നിന്നെ പെടുത്തിയ പോലെ അവൻ എന്നെയും തീർത്തു കളയും. അതുകൊണ്ട് എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ശ്രദ്ധിക്കണം. ശക്തി, ജിജു, എടാ നീ എന്തായി കാണിക്കുന്നത്? എന്താടാ ഫ്രണ്ട്ഷിപ്പ്? ജിജു, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ ഒന്ന് ആലോചിച്ച് നോക്കിയോ? എന്താടാ ഇത്ര ആലോചിക്കാൻ? നീ എന്നെന്തിനാടാ അടിക്കുന്നത്? അതല്ലടാ, കൊല്ലണം നിനക്ക്? എന്നെ കൊല്ലണോടാ? അതല്ലടാ, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ. നിനക്ക് എന്താടാ വേണ്ടത്? എന്താ നിനക്ക് വേണ്ടേന്ന്? കൊല്ലണോ നിനക്ക്? അതല്ലടാ, 20 ലക്ഷത്തിന്? ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ. പ്ലാനറ്റ് നീയാണല്ലേ? കൂട്ടിക്കൊണ്ടുവന്ന നീയല്ലേ? പറടാ. കൂടെ നിന്ന് വഞ്ചിക്കുന്നോടാ. നിക്കടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നിന്നെ അവളെ ഞാൻ രണ്ടുപേരെയും കാണോളാം. എന്റെ ഫോൺ തന്നിട്ട് പോ. എന്നെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റടാ. എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല നിനക്കൊണ്ട്. നിന്നെ ശരിയാക്കി തരാടാ. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. ചേട്ടാ, ഇവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് നമ്മളുടെ ഏരിയയിലേക്ക് വന്നത്? നീയോ? ചേട്ടാ, എന്റെ ശരീരത്തിൽ ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞാ പിന്നുണ്ടല്ലോ, ആ പെണ്ണ് എവിടെയാണെന്ന് ഞാൻ പിന്നെ ഒരുത്തരോടും പറയില്ല.
ഇനി നിങ്ങളുടെ ഇഷ്ടം. നിന്നെ എനിക്ക് 10 മിനിറ്റ് നിങ്ങളോട് ഒറ്റയ്ക്കായിട്ട് സംസാരിക്കണം. ഡീല് നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. എന്താ പറയുന്നേ? ഞാൻ എന്താ പറഞ്ഞ, നീ എന്താ ചെയ്യുന്നേ? എന്നോട് എന്തിനാ ഇത് പറയുന്നേ? നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗുണ്ടകളൊക്കെ ഉള്ളതല്ലേ? എന്റെ ആൾക്കാരിൽ എന്റെ ബോസിന്റെ ഒപ്പം എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ആളുകളെ എന്നെ പറ്റി ബോസിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൽ എനിക്കെന്താ ലാഭം? നീ ആ പെണ്ണെ കിഡ്നാപ്പ് ചെയ്യ്, ബാർഗൻ ചെയ്യ്. 40 ലക്ഷം എന്ന് പറ. ഞാൻ ബോസിന്റെ അടുത്ത് പറഞ്ഞ് 20 ലക്ഷത്തിൽ ഉറപ്പിക്കാം. നീ വരുന്ന സമയത്ത് ഞാൻ എല്ലാം സെറ്റാക്കി വെക്കാം. സെക്യൂരിറ്റി ആയിട്ട് ഇവൻ അവിടെ ഉണ്ടാവും. ഇവനെങ്ങനെ വിശ്വസിക്കുക? ഇവനുണ്ടല്ലോ, ബോസിന്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ. അതുകൊണ്ട് അപ്പൊ പെണ്ണിന്റെ കാര്യോ? നിനക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ വേണോ അതോ പണം വേണോ? ഫൂൾ. തെറ്റ് സംഭവിച്ചു പോയി. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ആ പെണ്ണിന്റെ കാര്യം? എടാ, ഇപ്പൊ പെണ്ണിനെ പറ്റിയല്ല, നമ്മുടെ ജീവൻ ആപത്താ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നിങ്ങളുടെ ആളുകളെ 4 പേര് എന്റെ കൂടെ അയക്ക്. അവള് എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. നീ പോയി അവരുടെ അടുത്ത് വരാൻ പറ. ഓ, ഇതൊക്കെ ജീവിതം. ബോസ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? റോങ് നമ്പർ എന്ന് പറഞ്ഞാലടാ. വെക്കടാ ഫോണ്. അയ്യോ, ദേ വീണ്ടും വിളിക്കുന്നു. ഇങ്ങോട്ടൊന്നോ ഒരു കാര്യം, നീ അവൻ്റെ കൂടെ പോ. ആ പെണ്ണിനെ കിട്ടിയ ഉടനെ അവനെ അവന്റെ ഫ്രണ്ടിനെ കൊന്നിട്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോവാ. ശരി. ഗോ. ശക്തി, എന്താടാ ഇത്? ഇത് വെച്ചോ, എന്നിട്ട് പോവാൻ നോക്ക്. വേഗം ചെന്ന് അവളൊന്ന് റെഡിയാക്ക്. എവിടെ പോവാടാ? അറിയില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. പോയി നോക്കിയാലല്ലേ അറിയുള്ളൂ. പോയിട്ട് വരാം. വേണ്ട മോളെ, തിരിച്ചിനി ഇങ്ങോട്ട് വരണ്ട.